എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ വൈബ്രേഷൻ ഓഫ് ഫ്രീക്വൻസിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് എങ്ങനെ ഹൈ വൈബ്രേഷൻ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് തങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇന്ന് പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. ലോ ഓഫ് അട്രാക്ഷൻ നിയമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള എല്ലാ സ്പിരിച്വൽ പ്രാക്ടീസുകൾ നിരന്തരം ചെയ്യുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ഒരു അവസ്ഥയിലേക്ക് എത്തുവാൻ കഴിയുന്നില്ല. പലരുടെയും ജീവിതത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് നെഗറ്റിവിറ്റി മാത്രമാണ്. ഇതിൽ നിന്ന് ഒരു മോചനം നേടാൻ ആഗ്രഹങ്ങൾ നിറവേറ്റി സന്തോഷകരമായ ആകർഷകമായ ജീവിതം എങ്ങനെ നേടിയെടുക്കാം എന്ന് പലരും ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്. വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി താഴ്ന്നു പോകാതെ മനസ്സിന് പൂർണ്ണമായ ഇമ്മ്യൂണിറ്റി കിട്ടാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ജീവിതം എങ്ങനെയാവണമെന്നും ജീവിത ലക്ഷ്യവും നമുക്കുണ്ടായിരിക്കണം. ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്താൽ അത് പരാജയമാകും എന്നുറപ്പാണല്ലോ. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജീവിതത്തിന് പുതിയ ഒരു ദിശാബോധം ഉണ്ടാക്കുക എന്നതാണ്. യൂണിവേഴ്സ് നമുക്ക് നൽകിയ ഒരു ദാനമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ബോധപൂർവം ജീവിക്കുക. നമ്മുടെ ബോധമണ്ഡലത്തെ ബോധതലത്തെ മനഃപൂർവമായി ശക്തിപ്പെടുത്തണം. ബോധത്തോടു കൂടിയല്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്യരുത്. അതായത് എടുത്തു ചാടി ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് സെൽഫ് ലവിനെ കുറിച്ചാണ്. ജീവിത വിജയത്തിന് സെൽഫ് ലവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എപ്പോഴും സ്വയം പുകഴ്ത്തി പറയുകയും സന്തോഷിക്കുകയും വേണം. ഇനി മറ്റുള്ളവരോട് നമ്മളെക്കുറിച്ച് പുകഴ്ത്തി പറയാൻ പലർക്കും മടിയായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു കണ്ണാടിയിൽ നോക്കി സ്വയം പറയൂ, ഞാനൊരു വലിയ സംഭവമാണ്, എനിക്ക് കഴിയാത്തതായി ഒന്നുമില്ല, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, ഞാനും ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുന്നു എന്നിങ്ങനെ സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ പറയൂ. ഇനി നമ്മൾ വളരെ തിരക്കിലാണ്, പുറത്തൊരു ഷോപ്പിലാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ ഷോപ്പിലുള്ള കണ്ണാടിയിൽ നിങ്ങളെ കാണുമ്പോൾ മനസ്സിൽ പറയൂ, ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാണ്, എൻ്റെ കഴിവുകൾ അപാരമാണ്, എനിക്ക് അസാധ്യമായത് ഒന്നുമില്ല. അതുപോലെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നമുക്ക് കൂടി ഒന്ന് മാറ്റിവെക്കണം. പലരും കുടുംബത്തെ മാത്രം പരിഗണിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ ഇങ്ങനെ കുടുംബത്തെ മാത്രം പരിഗണിച്ചാൽ പോരാ, നമുക്ക് നല്ല അനുഭവങ്ങൾ കൊടുത്ത് ശീലിക്കുക. അടുത്തതായി, ഇനി ആരെക്കുറിച്ചും കുറ്റം പറയുകയോ നെഗറ്റീവായി സംസാരിക്കുകയോ ചെയ്യരുത്. കാരണം നമ്മളിവിടെ ഒരു കർമ്മം ചെയ്യുകയാണ്. ലോ ഓഫ് കർമ്മ എന്ന് കേട്ടിട്ടില്ലേ? അതായത് ഈ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പം നിങ്ങൾ വിചാരിക്കും, ഇത് എങ്ങനെയാണ് കർമ്മമാകുന്നത്? ഒരു കാര്യം ചിന്തിക്കുന്നതും പറയുന്നതുമെല്ലാം ഒരുപോലെയാണ്. ഇതെല്ലാം കർമ്മം തന്നെയാണ്. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടും എന്ന ആപ്തവാക്യം കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതിലൂടെ നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മളുടെ മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് മൂഡ് നിലനിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കൂടുതൽ നന്ദി പറയുന്നത് എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ, അപകടത്തിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ, മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ ലഭിച്ചു എന്ന് ഉറപ്പുള്ളപ്പോൾ നാം അവരോട് നന്ദി പറയാറുണ്ട്, അല്ലേ? എന്നാൽ അങ്ങനെയല്ല.
നമുക്ക് ലഭിച്ചതിനും നമ്മൾ ആഗ്രഹിച്ചത് ലഭിക്കുന്നതിനും നമ്മൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നന്ദി രേഖപ്പെടുത്തണം. അതായത് നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളെയും ഓർത്ത് യൂണിവേഴ്സൽ മൈൻഡിന് നന്ദി പറയണം. അങ്ങനെ എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയം നേടിയെടുക്കണം. അടുത്തതായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നാണ്. കീപ് സൈലൻസ് ഇൻ യുവർ മൈൻഡ്. നമ്മുടെ ജീവിതത്തിൽ നിശബ്ദതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അല്പസമയം ശാന്തമായിരുന്ന് നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നോക്കുക, നമ്മളെ തന്നെ നിരീക്ഷിക്കുക. അതുപോലെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളെ നിയന്ത്രിക്കുക. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഉയർന്ന വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് ഉയരാൻ കഴിയില്ല. അതുകൊണ്ട് എത്ര തിരക്കാണെങ്കിലും അല്പസമയം നമുക്കായി മാറ്റി വെച്ചുകൊണ്ട് മെഡിറ്റേഷൻ ശീലമാക്കണം. നിരന്തരമായ മെഡിറ്റേഷനിലൂടെ പ്രപഞ്ച ശക്തിയുമായി ചേർന്ന് നിൽക്കുവാനും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള പ്രപഞ്ചശക്തിയെ പുറത്തെടുക്കുവാനും കഴിയും. കൂടാതെ നമ്മുടെ ജീവിതത്തിലെ ഏത് അവസ്ഥയെയും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഉയർന്ന വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് എത്താൻ കഴിയുന്ന നല്ലൊരു ടൂൾ തന്നെയാണ് മെഡിറ്റേഷൻ. അടുത്തത് സോഷ്യൽ മീഡിയയെക്കുറിച്ചാണ് പറയുന്നത്. പഴയ കാലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണിന്ന്. പണ്ട് നമുക്ക് വ്യക്തമായി അറിയാവുന്ന വ്യക്തികളായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ്. എന്നാൽ ഇന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ പാടില്ലാത്ത വ്യക്തികളും നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ട്. ആവശ്യമില്ലാത്തതിനും ആവശ്യമുള്ളതിനും അഭിപ്രായങ്ങൾ പറഞ്ഞ് നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാക്കുകയാണ് നാം അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളീ കൊടുക്കുന്ന ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതെല്ലാം നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. നെഗറ്റീവ് ചിന്തകളും കാര്യങ്ങളുമൊക്കെ നമുക്ക് അതേപോലുള്ള അനുഭവങ്ങളെ കൊണ്ടുവന്നു തരും. ഇതൊരിക്കലും മറക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ സാഹചര്യത്തെ ബോധപൂർവം നേരിടേണ്ടതുണ്ട്. നമ്മുടെ ചിന്തകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഊർജ തരംഗങ്ങൾ സമാനമായവയെ ആകർഷിക്കും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നാം കാണുന്ന, കേൾക്കുന്ന സംഭവങ്ങളുമായി ഇഴുകിച്ചേരാതിരിക്കണം. ഇവയൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കടക്കാതെ നിസ്സാരമായിട്ട് കണ്ട് വിടുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അടുത്തത് നമ്മുടെ ഭാഷയും ശൈലിയുമാണ്. അനുയോജ്യമായ ഭാഷയും വാക്കുകളും അത് പറയുന്ന രീതിയും നാം പ്രത്യേകം രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. വാക്കുകൾ എനർജിയാണെന്നറിയാമല്ലോ. അതുകൊണ്ട് നമ്മുടെ സംസാരം മറ്റുള്ളവരുടെ എനർജിയെ ഉയർത്തുന്നതാവണം. നമ്മുടെ സംസാരം മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാവണം. ഇവരൊന്ന് പോയിരുന്നെങ്കിൽ എന്ന് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയാൻ ഇടയാവരുത്. അതുപോലെ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന കാര്യത്തിൽ നമ്മൾ ബഹുമിടുക്കരാണല്ലോ. എന്നാൽ നമ്മൾ നൽകുന്ന ഉപദേശം കേൾക്കുന്നത് ആരുമായിക്കോട്ടെ, അവർ മെന്റലി ഡൗൺ ആകുന്ന പോലെ സംസാരിക്കരുത്. മറിച്ച് നമ്മളുടെ വാക്കുകൾ അനുഗ്രഹങ്ങളായി അവർക്ക് തോന്നണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ ഭാഷയും ശൈലിയും. ഇനിയും പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധത പുലർത്തുക എന്നതാണ്. ഒരിക്കലും കള്ളം പറയരുത്. അത് നമുക്ക് തന്നെ വിനയായിത്തീരും. കാരണം നമ്മൾ പറയുന്ന കള്ളങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സ് ശ്രദ്ധിക്കുകയും നമ്മൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ധരിച്ച് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ മൈൻഡിൽ നെഗറ്റിവിറ്റി കയറിക്കൂടിയെന്നും വൈബ്രേഷൻ ലോ ആയിക്കൊണ്ടിരിക്കുന്നു എന്നും മനസ്സിലാകുമ്പോൾ നമ്മുടെ മൈൻഡ് പവർ കൂട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് പോസിറ്റീവ് അഫർമേഷൻസ് പറയുകയും
നമ്മുടെ ഉള്ളിലുള്ള പ്രപഞ്ചശക്തി ഉയരുന്നതായി വിഷ്വലൈസ് ചെയ്ത് പോസിറ്റീവ് മൈൻഡ് സെറ്റും ഉയർന്ന വൈബ്രേഷനിൽ എത്തുന്നതിനും വൈബ് താഴ്ന്നു പോകാതെ മുന്നോട്ട് പോകാനും നമുക്ക് കഴിയും. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഫോർഗിവ്നെസ്സിനെ കുറിച്ചാണ്. നിങ്ങളുടെ കുറ്റക്കാരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾക്കും ക്ഷമിച്ചു കിട്ടും എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാവർക്കും എപ്പോഴും ക്ഷമിച്ചു കൊടുക്കാൻ മറക്കല്ലേ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വല്ലപ്പോഴും മാത്രമല്ല, ഓരോ ദിനവും 24 മണിക്കൂറും ട്രെയിൻ ചെയ്തുകൊണ്ട് ആകർഷകമായ ആഗ്രഹിച്ച ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ജീവിതം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.